ഒരു തൃശ്ശൂർക്കാരത്തിയായിട്ട് തൃശ്ശൂരിലെ പൂരത്തിൻ്റെ ചമയം കാണാൻ പോയിട്ടില്ലെങ്കിൽ ഇങ്ങനെയാ. അപ്പം നമ്മൾ പൂരത്തിന് ചമയം കാണാൻ വേണ്ടിയിട്ട് പോയി. അതിനിടയ്ക്ക് എല്ലാവിധ പന്തലുകളും നമ്മൾ കണ്ടു. ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു എല്ലാ പന്തലും കാര്യങ്ങളും. പൊതുവേ തൃശ്ശൂർ പൂരത്തിനുള്ള ഒരു തിക്കും തിരക്കും ഒന്നും ഇത്തവണ ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ചടങ്ങുകൾ മാത്രമായല്ലോ. ഒരു പെട്ടെന്നുള്ളൊരു തമ്പുരാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വലിയൊരു ദുരിതം തൃശ്ശൂർക്കാർക്ക് തന്നതുകൊണ്ട് തന്നെ ചടങ്ങുകൾ മാത്രമായി, വെടിക്കെട്ടില്ല. അപ്പം അതിൻ്റേതായ കുറച്ച് തിരക്ക് കാര്യങ്ങളൊക്കെ നല്ലോണം കുറവുള്ള പോലെ തോന്നി. ചമയം ശരിക്കും ഞങ്ങൾ പോലീസ് അകമ്പടിയോടുകൂടെയാണ് കണ്ടത് കേട്ടോ. ഞങ്ങളുടെ ലൈനായിരുന്നു ഏറ്റവും ലാസ്റ്റ് വന്നത്. അതിനുശേഷം ഒരുപാട് പേര് ജോയിൻ ചെയ്യാൻ നോക്കി. പക്ഷേ പോലീസ് ആളുകളൊക്കെ വന്ന് അത് ക്ലോസ് ചെയ്ത് ഇത്ര സമയമേ ഉള്ളൂ, ഇനി കടക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ബാക്കിൽ ഒരു കൂറ്റം എന്താ പറയണ ഒരുപാട് പോലീസുകാരൊക്കെ വന്ന് കൈക്ക് കോർത്ത് ലോക്ക് ചെയ്തിട്ടൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. ഈ ചൂട് കാലത്ത് കുട്ടികളെ വരെ കൊണ്ട് വന്നിട്ടാണ് ആളുകൾ പൂരത്തിൻ്റെ ചമയം എൻജോയ് ചെയ്യുന്നത്. ചൂടായതുകൊണ്ട് കുട്ടികളെ കൊണ്ടുവരുന്നില്ല എന്നൊന്നും പറഞ്ഞിട്ട് ആരും മാറ്റി വെച്ചിട്ടില്ല. ഫാൻ അല്ലെങ്കിൽ ചാർജബിൾ ഫാൻ കാര്യങ്ങളൊക്കെ കയ്യിൽ പിടിച്ചിട്ടാണ് കുട്ടികളെ ആ കാറ്റ് കൊള്ളിച്ചിട്ടൊക്കെയാണ് ആളുകൾ കാണാൻ വന്നിട്ടുള്ളത്. കാരണം തൃശ്ശൂർക്കാരുടെ ഒരു വലിയ ഹരമാണ്. അപ്പോൾ തൃശ്ശൂർ മാത്രമല്ല കേട്ടോ, ഒരുപാട് സ്ഥലത്തുനിന്ന് ആളുകൾ ഇത് കാണാൻ വേണ്ടി മാത്രം വന്നിട്ടുണ്ടാവും. എന്തോ രസമായിട്ടാണെന്നറിയോ ആനയുടെ നെറ്റിപ്പട്ടവും ഈ കാര്യങ്ങളൊക്കെ. ഇതിനെ കൂടുതൽ വിശദീകരിക്കാനൊന്നും എനിക്കറിയില്ല. എന്തോ ഭംഗിയായിട്ട് അതൊക്കെ വെച്ചിരിക്കുന്നത്. നമ്മൾ കൊല്ലത്തിൽ ഒരിക്കൽ കാണുന്നൊരു കാഴ്ചയാണെങ്കിൽ പോലും അതൊരു പ്രത്യേക ഒരു രസം തന്നെയാണ്. അതിനും എല്ലാ കൊടയും ഡിഫറൻസും കാര്യങ്ങളൊക്കെ നോക്കി കണ്ട് ഇതിങ്ങനെയാണ്, ഇത് ഇത്രയും ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. അതിനും റോബിനാണെന്നുണ്ടെങ്കിൽ കുടയുടെ എണ്ണമൊക്കെ എടുത്തിട്ട് ഇത്ര ആന ഉണ്ടാവും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആളും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ശരിക്കും ഞങ്ങളുടെ വീട്ടിൽ ഒരു പൂരപ്രാന്തൻ അല്ലെങ്കിൽ ഇതുപോലെ പൂര ഫാൻ എന്നൊക്കെ പറയുന്ന ഒരാൾ റോബിൻ തന്നെയാണ്. എന്നെ സംബന്ധിച്ച് ഈ ചൂട്ടത്ത് പോയി നിൽക്കുക എന്നുള്ളത് എനിക്ക് ഇത്തിരി ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ചൂടില്ലെങ്കിലും ഈ തിക്കിൻ്റെയും തിരക്കിൻ്റെ ഇടയിൽ പോയി നിൽക്കുക എന്നുള്ളത് എനിക്ക് ഇത്തിരി ഒരു പ്രോബ്ലം ഉള്ളൊരു ഒരാളാണ് ഞാൻ. പക്ഷേ എനിക്ക് ആനേനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ ഈ കൊടയ്ക്ക് നിർത്തിപ്പൂരത്തിൻ്റെ എല്ലാ ഐറ്റംസും കാണാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമൊക്കെ തന്നെയാണ്. പിന്നെ നമ്മൾ അമ്പലത്തിൻ്റെ ബാക്കിലെ ആനകളെ കാണാൻ പോയി. എൻ്റെ ദൈവം എന്ത് രസമായിട്ടാണ് കാണാൻ. കറുത്ത് വലിയ കൊമ്പൊക്കെ ആയിട്ട് സുന്ദരന്മാരെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അവരെ കണ്ടു നിന്ന സമയം പോകുന്നതേ അറിയില്ല. ഒരുപാട് ഫേമസ് ആനകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പേര് പറയാൻ എനിക്കറിയില്ല. അപ്പം എങ്ങനെയാ? ബൈ ഫ്രം ജിനിയ ടോണി.